നിറയണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നിയയക്കൂ. വിശുദ്ധി നൽകണമേ. മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും. അരുളിയ പോലെ അഗ്നിയിറക്കി വിശുദ്ധി നൽകണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സഹിക്കുന്നവർക്ക് വേണ്ടി, വേദനിക്കുന്നവർക്ക് വേണ്ടി സഹിച്ച ഒരു ദൈവമുണ്ട്, കർത്താവായ ക്രിസ്തു. ആ യേശുവിൻ്റെ ഹൃദയത്തിൽ സഹിക്കുന്നവർക്കെല്ലാം ഇടമുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സഹിക്കുന്ന കുടുംബ അംഗങ്ങളെക്കുറിച്ചാണ്. സഹിക്കുന്ന മാതാപിതാക്കൾ, സഹിക്കുന്ന മക്കൾ, കുടുംബങ്ങളിൽ സഹനം മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ നമ്മൾ അല്പസമയം ചിന്തിക്കുക. എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഒരു 10 വർഷത്തിന് പുറകിൽ പാലാ താബോർ ധ്യാന മന്ദിരത്തിൽ ധ്യാനം നടത്തുമ്പോൾ ഒരു മാതാപിതാക്കൾ അവരുടെ ഇളയ കുഞ്ഞിനെയുമായിട്ട്, 3ാമത്തെ കുട്ടിയുമായിട്ട് ധ്യാനത്തിൽ പങ്കെടുക്കുക. ഏകദേശം 15 വയസ്സോളം പ്രായമുണ്ട് ആ കുഞ്ഞിന്. ആ കുഞ്ഞിന് നടക്കാനാവില്ല, കിടപ്പിൽ കിടക്കുക. ആ കുഞ്ഞിനെടുക്കൽ പ്രാർത്ഥിക്കുവാനായിട്ട് എന്നെ വിളിച്ചു. ഞാൻ അവിടെ അടുത്തു ചെന്നു. ഞാൻ ആ മാതാപിതാക്കളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ആ മാതാപിതാക്കൾ ഹൃദയവേദനയോടെ പങ്കുവെച്ച അനുഭവിത 3 മക്കൾ ജനിച്ചു. 3ഉം ആൺമക്കളായിരുന്നു. വൈദ്യശാസ്ത്രത്തിന് ചികിത്സിച്ച് സുഖപ്പെടുത്താനാവാത്ത മാരകമായ ഒരു രോഗം, ശരീരത്തെ മസിൽസിൻ്റെ ബലം നഷ്ടപ്പെടുക, ഹൃദയ സംബന്ധമായ രോഗം, അങ്ങനെ പ്രയാസപ്പെടുന്ന കുഞ്ഞുങ്ങൾ. ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് മാക്സിമം 18 വയസ്സ് വരെ ജീവിക്കത്തുള്ളൂ. മൂത്ത 2 കുട്ടികളും 18 വയസ്സ് തികയുന്നതിന് മുമ്പ് മരിച്ചുപോയി. ഇത് 3ാമത്തെ കുട്ടിയാണ്. ആ കുഞ്ഞിന് 15 വയസ്സ് കഴിഞ്ഞു. ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന പരമാവധി 18 വയസ്സ് വരെ ഈ കുഞ്ഞ് ജീവിച്ചിരിക്കത്തുള്ളൂ. 2 മക്കൾ മരിച്ചുപോയ കഠിനമായ ഹൃദയവ്യഥയിൽ ആ മാതാപിതാക്കളെയും 3ാമത്തെ കുഞ്ഞിനെയുമായിട്ട് ധ്യാനിക്കുക. ആ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ആ ധ്യാനത്തിൽ കാര്യം അനൗൺസ് ചെയ്തു. എല്ലാവരും ആ കുഞ്ഞിനു വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. ആ ധ്യാനം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ഈ കുഞ്ഞിൻ്റെ പിതാവ് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുകയാണ്.
ധ്യാനത്തിൽ പങ്കെടുത്തിട്ടും ഈ കുഞ്ഞിന് നടക്കുവാനായിട്ടുള്ള ഒരു ബലം ശരീരത്തിൽ ലഭിച്ചിട്ടില്ല. കാര്യമായ ഒരു മാറ്റങ്ങളും ആ ശരീരത്തിന് സംഭവിച്ചിട്ടില്ല. പക്ഷെ ആ മാതാപിതാക്കന്മാർക്ക് ആ ധ്യാനത്തിലൂടെ സഹിക്കുവാനുള്ള വലിയ ഒരു ബലവും ശക്തിയും കർത്താവിൻ്റെ ആത്മാവ് കൊടുത്തു. ആ കുഞ്ഞിനെയുമായിട്ട് അവര് ഭവനത്തിലേക്ക് മടങ്ങി. ഇവിടെ സഹിക്കുന്ന മാതാപിതാക്കന്മാരെയാണ് നമ്മൾ കാണുന്നത്. മരിച്ചുപോയ മക്കളെ ഓർത്ത് നൊമ്പരപ്പെടുന്നു. ജീവിച്ചിരിക്കുന്ന കുഞ്ഞിന് പരമാവധി ഇനിയൊരു 3 വർഷത്തെ ആയുസ് കൂടിയേ ഉള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ ഹൃദയം നുറുങ്ങിക്കരയുന്ന മാതാപിതാക്കൾ. ഇതുപോലെ രോഗത്താൽ വലയുന്ന എത്രയെത്ര കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാര് നൊമ്പരപ്പെടുന്ന സഹിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. ഒരു 2 വർഷമാകുന്നു കണ്ണൂരിൽ നിന്ന് നമ്മുടെ ധ്യാനത്തിൽ കൊണ്ടുവന്ന ഒരു മകനെ മാതാപിതാക്കന്മാർ കൊണ്ടുവന്നാണ്. അവൻ്റെ അസ്ഥികളിലായിരുന്നു ക്യാൻസർ. 8ാം സ്റ്റാൻഡേർഡിലോ 9 മറ്റോ പഠിക്കുന്ന ആ മോന്, മിടുമിടുക്കൻ, കണ്ടാൽ നല്ല സുന്ദരനാണ്. ആദ്യത്തെ ധ്യാനത്തിന് പങ്കെടുത്തു. അസ്ഥികൾക്ക് ബാധിച്ച ക്യാൻസർ ആയിരുന്നു. 2 തവണ നമ്മുടെ ധ്യാനത്തിൽ ആ കുഞ്ഞിനെയുമായിട്ട് മാതാപിതാക്കന്മാർ പങ്കെടുത്തു. പിന്നീട് ആ കുഞ്ഞ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അവൻ കർത്താവിൻ്റെ അടുക്കലേക്ക്, കണ്ണുനീരും വേദനകളുമില്ലാത്ത ലോകത്തിലേക്ക്, നിത്യമായ സന്തോഷത്തിലേക്ക് ആ കുഞ്ഞ് പ്രവേശിച്ചു. പക്ഷെ അവൻ്റെ മാതാപിതാക്കന്മാര് ഈ ഭൂമിയിൽ ഒരുപക്ഷെ ഒത്തിരിയേറെ ഇപ്പോഴും ആ മകനെ ഓർത്ത് നൊമ്പരപ്പെടുന്നുണ്ടെന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് സഹിക്കുന്ന മാതാപിതാക്കന്മാരെ ഓർത്ത. വിശുദ്ധ ബൈബിളിൽ 2 മക്കബായർ 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, യഹൂദന്മാരെ കഠിനമായ ക്രൂരമായ പീഡനത്തിലേക്ക് നയിക്കുന്ന ഭരണാധികാരികൾ, അവരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുക, ആചാര അനുഷ്ഠാനങ്ങൾ ഉപേക്ഷിക്കുവാൻ, പന്നിമാംസം കഴിക്കുവാൻ, യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ ആരാധിക്കുവാൻ നിർബന്ധിക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് സഹിക്കാനായിട്ട് നിന്ന് കൊടുക്കുന്ന അനേക വ്യക്തികളെ മക്കബായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും അധികം ബഹുമാനം അർഹിക്കുന്ന ഒരമ്മയെക്കുറിച്ച 2 മക്കബായർ 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. ആ അമ്മയ്ക്ക് 7 മക്കളുണ്ട്. ഈ 7 മക്കളെയും ക്രൂരമായിട്ട് പീഡിപ്പിച്ചു കൊല്ലുന്ന കാഴ്ച ഈ അമ്മ തന്റെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. മക്കളുടെ ശരീരത്തെ തൊലി ഉരിഞ്ഞു മാറ്റി ക്രൂരമായിട്ട് മുറിപ്പെടുത്തി പീഡിപ്പിക്കുന്നു, കഴുത്തു വെട്ടിക്കൊല്ലുന്നു. ഓരോ മക്കളെയും കൊല്ലുമ്പോഴും ഈ അമ്മ മക്കൾക്ക് ബലം നൽകുകയാ. സഹനത്തിൽ അമ്മയുടെ ഹൃദയം വെന്തു നീറുമ്പോഴും മക്കളെ ധൈര്യപ്പെടുത്തുകയാ. ദൈവിക നിയമങ്ങൾക്ക് വേണ്ടി യഹോവയോടുള്ള സ്നേഹത്തെ പ്രതി നിന്നുകൊടുക്കുവാൻ മക്കൾക്ക് ധൈര്യം പറഞ്ഞു കൊടുക്കുന്ന ഒരു അമ്മയാ നമ്മളെ വിശുദ്ധ ബൈബിളിൽ കണ്ടുമുട്ടുന്നത്. അങ്ങനെ 7 മക്കൾ മരിച്ചു. 7 മക്കൾ മരിച്ച ഒരമ്മയുടെ ഹൃദയത്തിന്റെ വേദന ദൈവത്തിന്റെ ആത്മാവ് ആ അമ്മയെ ശക്തിപ്പെടുത്തുകയാണ്. ഇന്നും അനേക ഭവനങ്ങളില് വേദന തിന്നുന്ന അമ്മമാരുണ്ട്, അപ്പച്ചന്മാരുമുണ്ട്. ഈ അടുത്ത ദിവസങ്ങളില് പത്രങ്ങളിൽ നമ്മൾ കണ്ട ഒരു വാർത്തയുണ്ട്. 6 മക്കളുണ്ട്. ഏതോ ഒരു മകന്റെ കൂടെയാ അമ്മ താമസിക്കുന്നത്. അപ്പച്ചൻ നേരത്തെ മരിച്ചുപോയി. മകൻ സ്ഥലം വിറ്റ് വീടൊഴിയുമ്പോൾ മകൻ തന്റെ ഭാര്യയും മക്കളെയും സാധനങ്ങളുമൊക്കെ വണ്ടിയിൽ കെട്ടി യാത്രയായി. 80 വയസ്സിനുമേൽ പ്രായമുള്ള രോഗിയായ അമ്മയെ പശുത്തൊഴുത്തിലെടുത്ത് ഇട്ടിട്ട് പോയത് നമ്മൾ പത്രങ്ങളിൽ വായിച്ച സങ്കടകരമായ വാർത്തയായിരുന്നു. ഒരുപക്ഷെ ഇത് വായിച്ച അനേക മക്കളുടെ ഹൃദയത്തിൽ നൊമ്പരമുണ്ടായിട്ടുണ്ട്.
ജന്മം നൽകി വളർത്തിയ മാതാപിതാക്കന്മാരെ നിഷ്കരുണം വലിച്ചെറിയുന്ന മക്കൾ സഹനത്തിന്റെ തീച്ചൂളിലേക്ക് വലിച്ചെറിയപ്പെടുകയാ. എണീറ്റ് നടക്കുവാനാവില്ല, ആവശ്യത്തിന് മരുന്നില്ല, ആവശ്യത്തിന് ഭക്ഷണമില്ല. മക്കൾ മാതാപിതാക്കളോട് കരുണ കാണിക്കാത്ത എത്രയെത്ര സംഭവങ്ങൾ നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നു, കാണുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ തൊട്ട് അയൽവക്കത്തെ വീട്ടിൽ പോലും ഈ സംഭവം നടക്കുന്നുണ്ടാവാം. 7 മക്കളുടെ മരണത്തിന് സാക്ഷിയായ ആ മാതാവ് പ്രത്യേകമായിട്ട് പ്രശംസ അർഹിക്കുന്നുവെന്നാണ് വചനം പറയുന്നത്. 2 മക്കബായർ 7:20. ആ മാതാവാകട്ടെ സവിശേഷമായ പ്രശംസയും സമ്പൂജ്യമായ സ്മരണയും അർഹിക്കുന്നു. ഒറ്റ ദിവസം 7 പുത്രന്മാർ വധിക്കപ്പെടുന്നത് കണ്ടെങ്കിലും കർത്താവിന്റെ പ്രത്യാശ നിമിത്തം അവൾ സധൈര്യം അത് സഹിച്ചു. അവൾ സധൈര്യം അത് സഹിച്ചു. 2 മക്കബായർ 7:22 പറയുന്നു, നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവന്ന് എനിക്ക് അറിവില്ല. നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തത് ഞാനല്ല. മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിൻ്റെയും ആരംഭം ഒരുക്കുകയും ചെയ്ത ലോക സൃഷ്ടാവ്. നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയത് ഈ ലോകത്തിന്റെ സൃഷ്ടാവ ദൈവമാണ്. ആ ദൈവത്തിനു വേണ്ടി മക്കളെ മരിക്കുവാൻ വിട്ടുകൊടുത്ത അമ്മ. സഹിക്കുന്ന അമ്മമാര് ധാരാളമുണ്ട്, സഹിക്കുന്ന അപ്പച്ചന്മാര് ധാരാളമുണ്ട്. ഇതിൻ്റെ ഒരു മറുവശം കൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. മാതാപിതാക്കന്മാരാൽ ഒത്തിരിയേറെ സഹിക്കുന്ന മക്കളുണ്ട്. മക്കളോട് വിവേചനം കാണിക്കുന്ന മാതാപിതാക്കൾ. സമ്പത്തും കഴിവും വിദ്യാഭ്യാസമുള്ള മക്കളോട് പ്രത്യേക സ്നേഹം, കഴിവ് കുറഞ്ഞ മക്കളോട് താല്പര്യക്കുറവ്. ചില മാതാപിതാക്കന്മാർ ചെയ്യുന്ന കാര്യമാണിത്. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. പ്രായമായി മക്കളുടെയൊക്കെ വിവാഹമൊക്കെ കഴിഞ്ഞ് കൊച്ചുമക്കളൊക്കെ ആയി, എന്നാലും സ്വത്ത് പങ്കിട്ട് കൊടുക്കുവാൻ, മക്കൾക്ക് കൊടുക്കുവാൻ മനസ്സില്ലാത്ത മാതാപിതാക്കൾ. കഠിന ഹൃദയത്തിന് ഉടമകളായ ചില പിതാക്കന്മാരുണ്ട്. സ്വത്തുക്കൾ പങ്കുവെച്ച് കൊടുക്കില്ല. 10, 70, 80 വയസ്സൊക്കെ ആയിട്ടും മദ്യപാനത്തിലും ജഡികാസക്തിയിലും ധനമോഹത്തിലും ആസക്തിയിലുമൊക്കെ മുഴുകി ജീവിക്കുന്ന എത്രയോ വ്യക്തികൾ. അവർക്ക് വേണ്ടിയൊക്കെ കണ്ണുനീരോടെ മക്കൾ പ്രാർത്ഥിക്കട്ടെ. ഈ അടുത്ത നാളില് ഒരു സഹോദരി വന്ന് പങ്കുവെച്ച അനുഭവം. ഭർത്താവ് 4 മക്കള്. ഭർത്താവിന്റെ അപ്പൻ സ്വത്തുക്കളൊന്നും വീതം വെച്ച് കൊടുക്കത്തില്ല. ഒത്തിരിയേറെ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു. മക്കൾക്ക് വിദ്യാഭ്യാസം ചെയ്യിക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥ. ഒത്തിരി സങ്കടത്തോടെ ഭർത്താവിന്റെ മാതാപിതാക്കന്മാരെ കുറിച്ച് പങ്കുവെച്ചൊരു അനുഭവം. കുടുംബത്തിനു വേണ്ടി അധ്വാനിച്ചിട്ട് കറിവേപ്പില പോലെ മക്കളെ പുറന്തള്ളിയ മാതാപിതാക്കന്മാർ. ചില കുടുംബങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. സഹോദരങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തു, അധ്വാനിച്ചു. വിദേശത്തൊക്കെ പോയി അധ്വാനിച്ചതൊക്കെ എല്ലാം കുടുംബത്തിനു വേണ്ടിയൊക്കെ ചെലവഴിച്ചു. മറ്റു മക്കളൊക്കെ മിടുക്കരായി ആയിക്കഴിഞ്ഞപ്പോൾ ഇതാ കുടുംബത്തിനു വേണ്ടി ജീവിതം ബലിയായി കൊടുത്ത മകനും ഭാര്യയും മക്കളും പുറത്ത്. അങ്ങനെ പുറത്താക്കപ്പെട്ട് വാടക വീട്ടിൽ താമസിക്കുന്നവരുടെ കണ്ണുനീര് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത മാതാപിതാക്കന്മാരെ, നിങ്ങൾ ചെയ്തത് ക്രൂരതയാ. മാതാപിതാക്കന്മാര് ഇത്രമാത്രം ക്രൂരത കാണിക്കുവാൻ പാടില്ല. മാതാപിതാക്കന്മാര് കുറച്ചുകൂടെ കരുണ മക്കളോട് കാണിക്കണം. ഒരു പ്രായം ആയിക്കഴിയുമ്പോൾ മക്കൾക്ക് കൊടുക്കാനുള്ള സ്വത്തുക്കളൊക്കെ വീതം വെച്ച് കൊടുത്ത് സ്വസ്ഥമായിട്ടിരിക്കാൻ മാതാപിതാക്കന്മാർ തയ്യാറാണ്. ഇന്ന് പല മാതാപിതാക്കന്മാർക്കും പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്താൻ പറ്റുന്നില്ല. അവർക്ക് ലോകത്തിന്റെ കാര്യങ്ങളില്, ടെലിവിഷന്റെ കാര്യത്തില്,
സീരിയൽ കാണാൻ, മറ്റു ലോകത്തിന്റെ കാര്യങ്ങളിലാണ് താല്പര്യം. 10, 80, 85 വയസ്സായ മാതാപിതാക്കന്മാർ എല്ലാ ദിവസവും അപ്പച്ചന്മാരും അമ്മച്ചമാരും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എനിക്കറിയാവുന്ന ഒരു അപ്പച്ചൻ, വയസ്സിപ്പോൾ 98. ഇന്നലെ രാവിലെ ഞാൻ പിതാവിനെ കണ്ട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുണ്ട്. ഞാൻ ഇന്നലെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി പോയി. അപ്പച്ചന് എൻ്റെ കൂടെ 2 പ്രാവശ്യം ഞാൻ നടത്തിയ ധ്യാനത്തിന് വന്ന് ധ്യാനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 98 വയസ്സ് പ്രായമുണ്ട്. ഒരു വീഴ്ചയിൽ ഇടുപ്പല്ലും കാലുകൾക്കൊക്കെ പൊട്ടൽ സംഭവിച്ച് 1 വർഷത്തോളമായിട്ട് അപ്പച്ചൻ കിടപ്പാണ്. ഈ വീഴ്ചയ്ക്ക് മുൻപ് എല്ലാ ദിവസവും ദേവാലയത്തിലെത്തി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് മക്കൾക്കും കൊച്ചുമക്കൾക്കും തലമുറകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പിതാവ്. ഇന്നലെ എന്നെ കാണുമ്പോൾ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടിയും എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് ആ പിതാവ്. ഇങ്ങനെയുള്ള ഒത്തിരി നല്ല അപ്പച്ചന്മാരുമുണ്ട്, ഇതുപോലെയുള്ള ഒത്തിരി നല്ല അമ്മച്ചിമാരുമുണ്ട്. ചില കുടുംബങ്ങളിലെങ്കിലും മക്കളുടെ കണ്ണുനീര് വീണ് അവരിറങ്ങിപ്പോയിട്ടുണ്ട്. മാതാപിതാക്കന്മാർ മക്കളെ ശപിച്ചു വിട്ടിട്ടുണ്ട്. ഏതൊക്കെ വിധത്തിലാണ് കുടുംബങ്ങളിലെ സഹനങ്ങളും തകർച്ചകളും കടന്നു വരുന്നു. ബാംഗ്ലൂർ മകനെ പഠിക്കാൻ വിട്ടു. പഠിക്കാൻ വിട്ട മകന് പഠിക്കുന്ന കാര്യത്തിലല്ല താല്പര്യം, അവന് മറ്റു പല കാര്യങ്ങളും, സാമ്പത്തിക ഇടപാടുകൾ, അഡ്മിഷൻ്റെ കാര്യങ്ങൾ, പല കുട്ടികളെ കബളിപ്പിച്ചു, പല കാര്യങ്ങളും നടത്തി. അവൻ വിദ്യാഭ്യാസം ചെയ്തില്ല, മദ്യപാനത്തിനും മറ്റു പാപകരമായ ജീവിത വഴിയിലൂടെ കടന്നുപോയി. അവസാനം ഇതാ മാതാപിതാക്കന്മാർ കണ്ണുനീരോടെ വന്നിരിക്കുന്നു. മകൻ ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യത വരുത്തി വെച്ചിരിക്കുകയാണ്. അവസാനം ഈ മാതാപിതാക്കന്മാർക്ക് വീടും വസ്തുവും വിൽക്കേണ്ട സാഹചര്യമുണ്ടായി. എല്ലാം വിറ്റു, വാടക വീട്ടിലായി. ഇന്ന് ജീവിക്കുവാനൊരു മാർഗമില്ലാത്ത അവസ്ഥ. മകനുണ്ടാക്കി വെച്ച കടബാധ്യത കൊടുത്തു വിട്ടാൻ ഒരു മാർഗവുമില്ല. ലക്ഷക്കണക്കിന് രൂപ കടബാധ്യത മകനുണ്ടാക്കി വെച്ചിരിക്കുക. കേസും പോലീസും പ്രശ്നങ്ങളും ആയിട്ട് ആ മാതാപിതാക്കള് ഇന്ന് സഹിക്കുകയാണ്. മക്കളിലൂടെ സഹിക്കുക മാതാപിതാക്കന്മാർ. മക്കളെ ശാരീരികമായി മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന മക്കളുണ്ട്. മാതാപിതാക്കന്മാരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന മക്കൾ. ഒരിക്കലും മക്കളിങ്ങനെ മാതാപിതാക്കന്മാരോട് ചെയ്യുവാനായിട്ട് പാടില്ല. ഒരുപക്ഷെ കുടുംബജീവിതത്തിൽ സംഭവിച്ച ചില വീഴ്ചകളാകാം. മക്കളെ ദൈവഭക്തിയിൽ വേണ്ടവണ്ണം പ്രാർത്ഥനയിൽ വളർത്താത്തതുകൊണ്ട് സംഭവിച്ചതാകാം. ആർക്കാണ് തെറ്റുപറ്റിയതെങ്കിലും അവരുടെ തിരുത്തണം. മാതാപിതാക്കന്മാരും മക്കളും എല്ലാവരും തെറ്റുകൾ തിരുത്തി കർത്താവിലേക്ക് മടങ്ങി വന്നാൽ ഏതു പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്നും നിന്നെയും നിന്റെ കുടുംബത്തെയും കർത്താവ് മോചിപ്പിക്കും. സഹനത്തിന്റെ തീച്ചൂളയിൽ നിന്ന് കർത്താവ് നിന്നെ കൈപിടിച്ചുയർത്തും. സങ്കീർത്തനം 116:6 പറയുന്നുണ്ട്, നിലം പറ്റിയവരെ കർത്താവ് രക്ഷിക്കും. കുടുംബത്തിനു വേണ്ടി, മാതാപിതാക്കന്മാർക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ കൊടുത്തിട്ട് കാൽക്കാശിന് വകയില്ലാതെ കുടുംബത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ട മക്കളുണ്ട്. കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന മക്കളുണ്ട്. ഇവരുടെയൊക്കെ കണ്ണുനീരിന് ഇത് ചെയ്ത മാതാപിതാക്കന്മാർ സമാധാനം പറഞ്ഞേ മതിയാവത്തുള്ളൂ. മാതാപിതാക്കന്മാർ മക്കളോട് നീതി കാണിക്കണം. അത് മാതാപിതാക്കന്മാർ ചെയ്തേ മതിയാവത്തുള്ളൂ. മക്കൾ മാതാപിതാക്കളെ അനുസരിക്കണമെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. മക്കൾ മാതാപിതാക്കന്മാരെ അനുസരിക്കണം. അതുപോലെ തന്നെ മാതാപിതാക്കന്മാരെ മക്കളോട് നീതി കാണിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നീതിമാനായ ദൈവത്തിന്റെ മുൻപിൽ
ഈ മാതാപിതാക്കന്മാർ നീതികേട് കാണിച്ചാൽ ഒരു ദിവസം നിൽക്കേണ്ടി വരുമെന്ന് ഓർത്തുകൊള്ളുക. ഒരിക്കലൊരു ധ്യാനം നടക്കുമ്പോൾ ഒരു മകൻ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്ന ആ സഹോദരൻ എന്നോട് പങ്കുവെച്ചതാ ഞാൻ ഒരിക്കലും മറന്നു പോകാത്തൊരു സംഭവം. ഞാൻ ചോദിച്ചു, സഹോദരൻ എന്താണ് പങ്കുവെക്കാനുള്ളത്? ആ മകൻ എൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്, അവൻ്റെ വാക്കുകൾ കേട്ടിട്ട് മനസ്സ് തരിച്ചുപോയി. പറഞ്ഞ വാക്കെടുതാ, എൻ്റെ അപ്പൻ മരിക്കുന്ന വാർത്തയുടെ ഒരു ടെലിഫോൺ കോളിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ആ മകൻ പറയുക, ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ കണ്ടിരിക്കുന്നത് അമ്മയെ നിരന്തരം പീഡിപ്പിക്കുന്ന അപ്പൻ മക്കളെല്ലാം ഉപദ്രവിക്കും. ഈ സഹോദരൻ പറയുന്നു, ഞാൻ +2 പരാജയപ്പെട്ടു. എന്നെ എൻ്റെ അപ്പൻ വീട്ടിൽ നിന്ന് പുറത്താക്കി. അപ്പന് ധാരാളം സ്വത്തുണ്ട്, മദ്യപാനിയാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്. പക്ഷെ കുടുംബത്തിൽ അപ്പന് മറ്റൊരു മുഖമാണുള്ളത്. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മയെ എടുത്തിട്ട് ചവിട്ടുന്നത്, ക്രൂരമായി പീഡിപ്പിക്കുന്നു. എൻ്റെ മനസ്സിൽ എൻ്റെ അപ്പനോട് കടുത്ത വെറുപ്പായിരുന്നു. ആ മകൻ പറയുകയാണ്, എന്നെ എൻ്റെ അപ്പൻ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഞാൻ ബാംഗ്ലൂർ പോയി ഹോട്ടലിലൊക്കെ ജോലി ചെയ്തു. പിന്നീട് ജോലി ചെയ്ത് പണം സമ്പാദിച്ചാൻ പഠിച്ചു. ആ മകൻ ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നു, ഭാര്യയുണ്ട്, മക്കളൊക്കെ ഉണ്ട്. ആ മകൻ പറയുകയാണ്, ഞാൻ ഏറ്റവും അധികം കൊതിക്കുന്നൊരു വാർത്തയാണ് അപ്പൻ ചത്തു എന്ന ഒരു ടെലിഫോൺ വാർത്ത കേൾക്കുവാൻ വേണ്ടി ഞാൻ ഒത്തിരി കൊതിക്കുന്നുണ്ട്. നോക്കുക, ഒരപ്പൻ്റെ തെറ്റായ നടപടികളും ജീവിത ശൈലിയും കൊണ്ട് അപ്പനോട് ക്ഷമിക്കാനാവാത്ത ഒരു മകൻ. ആ മകൻ എന്നോട് പറയുകയാണ്, ബ്രദർ, എന്തു പറഞ്ഞാലും എൻ്റെ അപ്പനോട് ഞാൻ ക്ഷമിക്കത്തില്ല. എൻ്റെ അപ്പനോട് ഞാൻ ക്ഷമിക്കത്തില്ല, മറ്റെന്തു പറഞ്ഞാലും ഞാൻ അംഗീകരിക്കാം. അത്രമാത്രം ഒരു മകന്റെ ഹൃദയം കടുപ്പമായി തീരണമെങ്കിൽ ആ മകൻ കടന്നുപോയ സഹനത്തിന്റെ വഴികൾ, നൊമ്പരത്തിന്റെ വഴികൾ നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഓർക്കാണ്, ഏതാനും നാളു മുമ്പ് ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന്, അവനും എൻ്റെ അമ്മയും കൂടെ ധ്യാനിക്കുക. അവന് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിലെ വേദന പറഞ്ഞു. അവൻ്റെ അപ്പന് ഭയങ്കര ദേഷ്യക്കാരനാണ്, മദ്യപാനിയാണ്, കുടുംബത്തിൽ ഒത്തിരി വഴക്കമൊക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ അപ്പൻ അടിക്കുന്നത് ബെൽറ്റൂരിയാണ് അടിക്കുന്നത്. ബെൽറ്റ്, പാൻറിലിടുന്ന ബെൽറ്റൂരിയാണ് ഈ മകനിട്ട് അടിക്കുന്നത്. എന്തെങ്കിലും ഒരു കുഞ്ഞ് കുസൃതി കാണിച്ചോ, തെറ്റ് കണ്ടാൽ എടുത്തിട്ട് അടിക്കുന്ന അപ്പൻ. നല്ല വെയിലത്ത് മുറ്റത്ത് മുട്ട നിർത്തുന്ന പിതാവ്. എന്തൊരു ക്രൂരതയാണിത്! കുഞ്ഞുങ്ങളോട് പോലും ക്രൂരത കാണിക്കുന്ന പിതാക്കന്മാർ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തിരിച്ചറിയുക, സഹിക്കുന്ന മാതാപിതാക്കളുണ്ട്, സഹിക്കുന്ന മക്കളുണ്ട്. സഹനങ്ങൾക്ക് ഒടുവിൽ കർത്താവ് തരുന്ന ഒരു ആനന്ദമുണ്ട്. ക്രൂശിൽ കിടന്ന് സഹിച്ച യേശുവിൻ്റെ മുറിവ്, ആ മുറിവിനോട് ചേർത്ത് നമ്മുടെ നൊമ്പരങ്ങൾ നമുക്ക് വെച്ചു കൊടുക്കാം. ആ മുറിവിലല്ലാതെ വേറെ എങ്ങും നമുക്ക് ആശ്വാസത്തിന് ഒരു വകയില്ല. കുരിശിന്റെ ചുവട്ടിൽ നിന്ന് സഹിച്ച പരിശുദ്ധ അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കാം. സഹിക്കുന്ന ഏതൊരു മകനും മകൾക്കും അമ്മയായിട്ട് പരിശുദ്ധ മറിയമുണ്ട്. സഹിക്കുന്ന മാതാപിതാക്കന്മാർക്ക് താങ്ങായി തണലായി പരിശുദ്ധ കന്യകാമറിയമുണ്ട്. സഹിക്കുന്നവരെ താങ്ങുന്ന ഒരമ്മയായി പരിശുദ്ധ മറിയമുണ്ട്. ജപമാല കൈകളിലെടുത്തുകൊണ്ട് സഹിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ സഹനങ്ങളിൽ പരിശുദ്ധ അമ്മ നിങ്ങളെ സഹായിക്കാറുണ്ടാവും. പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തും. ഏതു സഹനത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നുപോയാലും ഇതിൻ്റെ അപ്പുറം നിത്യമായ ഒരാനന്ദം നമുക്ക് തരുവാനായി യേശു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ഭൂമിയിലെ ഇന്നത്തെ കഷ്ടതകള്, നൊമ്പരങ്ങള്, സഹനങ്ങള് ഇത് നിസ്സാരമാണ്. യേശുവിൻ്റെ മുറിവിലേക്ക് നോക്കാം.
അവന്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കാം. പരിശുദ്ധ ദൈവമാതാവിന്റെ കരങ്ങളിൽ മുറുകെ പിടിക്കാം. ജപമാല കയ്യിലെടുത്ത് മുട്ടയെ നിന്നുകൊണ്ട് സഹിക്കുന്നവരെ നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ താങ്ങും. ഒരിക്കലും അവിടുന്ന് കൈവിടത്തില്ല. സഹിക്കുന്നവർക്കെല്ലാം ആശ്വാസം തരുവാൻ സഹിച്ചവൻ ഉണ്ട്. ആ യേശു നിന്റെ സഹനങ്ങളിൽ നിന്നെ കൈവിടത്തില്ല. സഹിച്ച പരിശുദ്ധ അമ്മയുണ്ട്. ആ അമ്മ കൈവിടത്തില്ല. വിശുദ്ധന്മാരും വിശുദ്ധകളൊക്കെ ഒത്തിരി സഹിച്ചവരാ. അവരൊക്കെ നമ്മളെ ആശ്വസിപ്പിക്കാനുണ്ട്. നിന്റെ കണ്ണുകളിലൂടെ അടർന്നു വീഴുന്ന കണ്ണുനീർ മുത്തുകൾ കർത്താവ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നീ ജീവിതത്തിൽ അലഞ്ഞത്, കുടുംബത്തിനു വേണ്ടി, മക്കൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അലഞ്ഞതും കഷ്ടപ്പെട്ടതൊക്കെ കർത്താവിൻ്റെ തിരുമുമ്പിലുണ്ട്. ഒരിക്കലും അവിടെ നിന്ന് നിന്നെ കൈവിടത്തില്ല. യേശു നിന്നെ താങ്ങും. രണ്ട് കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാവരെയും അങ്ങ് സ്പർശിക്കണമേ. സഹനത്തിൽ വെന്തു നീറുന്ന ഹൃദയമായിട്ടുള്ള അനേകരുണ്ട്. അവരെയൊക്കെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. സഹിക്കുന്ന മാതാപിതാക്കളെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കണമേ, ബലപ്പെടുത്തണമേ. സഹിക്കുന്ന മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. ഭവനങ്ങളിൽ വർഷങ്ങളായിട്ട് രോഗാവസ്ഥയിൽ കിടന്ന് സഹിക്കുന്നവരെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. കിടപ്പ് രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ. വൈദ്യശാസ്ത്രം കൈവിട്ട രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ. വ്യത്യസ്തമായ വിധത്തിൽ സഹനത്തിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ, കൗമാരക്കാരെ, യൗവനത്തിലുള്ളവരെയൊക്കെ അങ്ങ് സ്പർശിക്കണമേ. സഹിച്ചു ജീവിതം മടുത്തു തുടങ്ങിയവരെ കർത്താവെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. യേശുവേ, അങ്ങയുടെ മുറിവേറ്റ കരമൊന്ന് വയ്ക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, സഹിക്കുന്ന വ്യക്തികളെയും സഹിക്കുന്ന കുടുംബങ്ങളെയും പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. കരുണയാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. നോക്കുക, വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രണ്ട് കുഞ്ഞുങ്ങളെയുമായിട്ട് ഇവിടെ നിൽക്കുന്നു. ഇവര് വിവാഹം കഴിഞ്ഞ് 6 വർഷമായിട്ട് മക്കളിലായിരുന്നു. 2010 ഇവിടെ വന്ന് ധ്യാനം കൂടി. അതിനുശേഷം മക്കളെ ലഭിച്ചത് ആ സാക്ഷ്യം ഒന്ന് പങ്കുവയ്ക്കും. എന്റെ പേര് ഐറിഷാണ്. ഞങ്ങൾ കണ്ണിമല ഇടവക്കാരാണ്. ഞാൻ 2010 മെയ് മാസത്തിലാണ് ഇവിടെ ധ്യാനം കൂടാൻ വന്നത്. അപ്പൊ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകാതെ 6 വർഷം, കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞായിരുന്നു. ഞാൻ ധ്യാനം കൂടി, മെയ് മാസത്തിൽ കൂടി, ജൂലൈ മാസത്തിൽ തന്നെ ഞാൻ പ്രഗ്നന്റ് ആയി. എനിക്ക് 2011 മാർച്ച് മോനെ നിന്ന് ദൈവം അനുഗ്രഹിച്ചു. 6 വർഷമായിട്ട് മക്കളിലായിരുന്നു. 2010 മെയ് മാസത്തിൽ വന്ന് ധ്യാനം കൂടി. ജൂലൈ മാസത്തില് കർത്താവ് അനുഗ്രഹിച്ചു, ഗർഭിണിയായി. മൂത്ത കുട്ടി, അവന്റെ പേരെന്താ? മാത്യൂസ് എന്ന് പേരിട്ടു. മാത്യൂസ്. ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ്. അതെ, മാത്യു എന്നുള്ളതിന്റെ അർത്ഥം അതാണ്, ഗിഫ്റ്റ് ഓഫ് ഗോഡ്. മാത്യൂസ് എന്നാണ് മോന്റെ പേര്. പിന്നെ എനിക്ക് ജോലി ഇല്ലായിരുന്നു. ഉണ്ടായി 6 മാസം കഴിഞ്ഞപ്പോ എനിക്ക് PSC അഡ്വൈസ് കിട്ടി. ഗവൺമെന്റ് സർവീസ് ജോലി. കുഞ്ഞുണ്ടായി കഴിഞ്ഞ് ഒരു ജോലി, PSC വഴി ജോലി കിട്ടി. ഇനി പിന്നീട് ഒരു കുഞ്ഞിനെ കിട്ടിയാലെന്ന് ആഗ്രഹിച്ചു പോലെ തന്നെ ദൈവം അവന് 2.5 വയസ്സായപ്പോ ഒരു ആൺകുഞ്ഞിനെ കൂടി തന്ന ദൈവമാണ്. ഹല്ലേലൂയാ. കരമുയർത്തി ഒന്നടിച്ച് നന്ദി പറയട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇത് കർത്താവിന്റെ വലിയൊരു കരുണയാണ്. നമുക്കറിയാം മക്കളില്ലാത്ത ആ വേദന. ഞാൻ ഓർക്കാണ്, ഇവിടെ അടുത്ത് പച്ച ചെക്കടിക്കാട് ഒരു കൺവെൻഷൻ നിൽക്കുമ്പോൾ ഒരു മാത്യുവും ഷെർലിയും ധ്യാനിക്കാൻ വന്നു. 20 വർഷമായിട്ട് മക്കളില്ല. വലിയ സങ്കടത്തിലാണ്. സകല വിശ്വാസം പോയി പ്രാർത്ഥിച്ചു മടുത്തതാണ്. അവർക്ക് അന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ വന്നൊരു ധ്യാനം കൂടാൻ പറഞ്ഞു. അവരെന്റെ പിറ്റേ മാസം ഇവിടെ ധ്യാനം കൂടി. അന്ന് എന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സന്ദർശിച്ചതാണ്, ഉറപ്പായിട്ട് മക്കളെ തരും. 20ാമത്തെ വർഷം ഇവിടുന്ന് പോയി താമസില്ല. ഷേർലി ഗർഭം ധരിച്ചു വെച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയണം, നമുക്ക് തകർച്ച ഉണ്ടാകുമ്പോൾ, പരാജയമുണ്ടാകുന്നു, രോഗമുണ്ടാകുന്നു, കടബാധ്യത ഉണ്ടാകുന്നു, നിരാശരാകുന്നു, പ്രതിസന്ധി ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപിൽ വന്നിരിക്കണം.
വചനമാണ് നമുക്ക് വിടുതൽ നൽകുന്നത്, സൗഖ്യം നൽകുന്നത്. അതിന്റെ തെളിവായത് 6ാമത്തെ വർഷം ധ്യാനം കൂടി കർത്താവ് തൊട്ടു, മക്കളെ കിട്ടി. 2 കുഞ്ഞുങ്ങളെ ദൈവം ഇവർക്കായിട്ട് നൽകി. ഈശോയുടെ വലിയ സ്നേഹത്തിന്, കരുണയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. 2 കരങ്ങളും ഒന്ന് നീട്ടിപ്പിടിച്ച് അനുഗ്രഹിക്കാമോ? അനുഗ്രഹിച്ച് യേശുവേ, ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിന് നൽകിയ 2 കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തുതിക്കുന്നു. പിതാവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. കർത്താവ് അനുഗ്രഹിക്കും. കർത്താവിനെ നിരന്തരം സ്നേഹിക്കണം, ആരാധിക്കണം, കർത്താവിനെ മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ജ്വാലയാ റൂഹായി വരേണമേ, തീജ്വാലയാ റൂഹായി വരേണമേ, ആത്മാവിൽ നിറയേണമേ, അഭിഷേകം ചെയ്യണമേ, ആത്മാവിൽ നിറയേണമേ, അഭിഷേകം ചെയ്യണമേ. റൂഹായി വരേണമേ, അഭിഷേകം ചെയ്യണമേ, റൂഹായേ വരേണമേ, അഭിഷേകം